നല്ല ഉറക്കം നടക്കുന്നില്ല, പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ആ സമയങ്ങളിൽ വീടുകളിൽ കയറി വരാൻ കഴിയുന്നില്ല. ജോലി കഴിഞ്ഞ് എല്ലാം ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ ജീവിതം. മുറിച്ചിട്ടിരിക്കുന്ന നാട്ടേക്കാണ് അവിടം വരെ പോയി. ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ നെൽകൃഷി ചെയ്തോളാം പ്രദേശക്കല്ലേ. കൃഷി ഉപേക്ഷിച്ചു. 84 മുതൽ ഈ ശല്യമുണ്ട്. എല്ലാവരും ഒഴിഞ്ഞു പോവുക. ഇതിന് മേലോട്ടുള്ളവരൊക്കെ ഒഴിഞ്ഞു പോയി. എനിക്ക് 10-40 തെങ്ങ് ഉണ്ടായിരുന്നു മൊത്തമായിട്ട്. ആ തെങ്ങിൽ എല്ലാ തെങ്ങും തന്നെ ഇപ്പോൾ പോയി എന്ന് തന്നെ പറയാം. കാരണം തെങ്ങ് പിന്നെ ഒന്നിച്ച് വന്ന് മറിച്ചിടുകയാണ്, അല്ലാതെ ഞങ്ങൾ ഓല കളഞ്ഞിട്ടല്ല. അങ്ങനെയാണ് ഞാൻ ഒച്ച വെക്കുമായിരുന്നു. ഇത് വന്നിട്ട് ഒറ്റ മറിച്ചിടുക ചെയ്യുന്നത്. ആ മറിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷനും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 തെങ്ങിനെ ഞാനിപ്പോൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, പട്ട വെച്ചുകൊണ്ട്. നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് അത് ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ചെയ്യാറുണ്ട്. ആന വന്നിട്ട് ഇലക്ട്രിക് പോസ്റ്റ് തട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനേക്കാളും എളുപ്പ പണിയാണ് ഈ. നമസ്കാരം, ഞാനിന്നുള്ളത് തമിഴ്നാട് പാട്ടവയലിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ അമരക്കുനിയിലായിരുന്നു. അവിടെ കടുവയുടെ പ്രശ്നമായിരുന്നു നമ്മൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത്. പാട്ടവയൽ ഭാഗത്തേക്ക് വന്നതാണ്. ഇവിടെ കുറച്ച് നാളുകളായിട്ട് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സ്ഥലത്ത് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായിട്ട് വരുന്നൊരു പ്രദേശമാണ്. പാട്ടവയലിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നീലഗിരീസ് ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മളേതായാലും ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്കിവിടെയുള്ള കർഷകരോട് തന്നെ നമുക്കിതിനെക്കുറിച്ച് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? പ്രഭാകരൻ. ഇവിടെ കൃഷിയൊക്കെയാണല്ലേ? ഇവിടെ എങ്ങനെയാട്ടാ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നുണ്ടോ? സ്ഥിരമായിട്ട് എപ്പോഴും വരും. 6 മണിയാകുമ്പോഴത്തേനും ആന വരും. ഓഹോ, എന്നും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ബോർഡറിലൊന്നും ഇതൊന്നുമില്ല, ഫെൻസിങ് ഉണ്ട്, പിന്നെ കിടങ്ങുണ്ട്. പക്ഷെ അതൊക്കെ ആന വരുന്നുണ്ടല്ലേ? അത് ശാസ്ത്രീയമായിട്ടുള്ള ഇതല്ല. കാരണം ഒരു പുഴയുള്ളതുകൊണ്ട് പുഴ മുറിച്ച് കടന്നു കളയും. ഇത് ശരിക്കും തമിഴ്നാട് തന്നെയല്ലേ? തമിഴ്നാടുണ്ട്, കേരളമുണ്ട്, ബോർഡറാണ്. ഓ, അങ്ങനെയാണ്. ഇത് ഇവിടെ തന്നെ ഒരു 200 മീറ്റർ പോയാൽ കേരളമാണ്. ഓ, അങ്ങനെ ഉണ്ടല്ലേ? അപ്പോൾ ഇതിങ്ങനെ ആളുകൾ, നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? ഞാൻ പാരമ്പര്യമായിട്ട് ഇവിടുത്തെ വയനാട് ചെട്ടിമര ആണല്ലേ? അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്നതും ചെയ്തു. റിട്ടയർഡ് അധ്യാപനം ഹെഡ്മാസ്റ്ററായിട്ട് ആണല്ലേ? അപ്പോൾ 70 വയസ്സായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഉണ്ടായിരുന്നു അവിടെ? എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ പുറത്ത് കിടക്കലില്ല, പേടിച്ചിട്ട്. ഓ, 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങി വരാം. 6 മണിയായിരുന്നു. ഈ അടുത്ത് ആന കൃഷി നശിപ്പിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ? ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. ആ, അവൻ്റെ ഭാര്യയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ലല്ലോ. ഓഹോ, അപ്പോൾ അവർ പുറത്തുനിന്ന് വെച്ചിടും. പകല് പ്രശ്നമുണ്ടോ? പകല് അങ്ങനെ സാധാരണ വരുന്നില്ല. പകല് വരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ആണല്ലേ? ഇതൊക്കെ തമിഴ്നാടാണ്. ആണല്ലേ? ഇപ്പം ഞാനൊരു ചെറിയ ഉടുവഴി കൂടിയാണ് പോകുന്നത്. ആണല്ലേ? കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ. നിങ്ങളുടെ ഈ സ്ഥലത്തിനൊക്കെ പട്ടയമുള്ള സ്ഥലങ്ങളല്ലേ? ഒക്കെ പട്ടയം ഉള്ളതല്ലേ? ബ്രിട്ടീഷ് പട്ടയാണ്. വയൽ. ഇയാളിവിടെ ഒരു 70-75 വയസ്സുള്ളൊരു മനുഷ്യനാണ്. ആണല്ലേ? ഇവിടുത്തെ ഒരു സ്ഥിര കൃഷിക്കാരനാണ്. ഓഹോ. അപ്പോൾ ഇയാൾ പിന്നെ ഇവിടെ കുറേ കാലം ജനിച്ചു വളർന്നത് തന്നെ ഇവിടെ. അയാളും കൃഷി ഒന്നും ചെയ്യല്ല. ഞാൻ അടക്കിയും പോയി. ഇന്നലെ രാത്രി തന്നെ തീയൊക്കെ അരിൽ കൂടെ കൊണ്ടിട്ട് ഓടിച്ചു. ഇതിന് പറയുന്ന കാനം വരും. ആണല്ലേ? എനിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? വരും, ഞാൻ വരാം. നിങ്ങൾ വാ, ഷർട്ട് ഇട്ടോ. ഷർട്ടൊന്നും വേണ്ട, ഞാൻ വേണ്ട. ഇവിടെ നോക്കളി. വഴിയൊന്ന് കാണിച്ചു കൊടുക്കുക. ബാലുവിൻ്റെ സ്ഥലത്തേക്ക് പോവാം. നടക്കും, നിങ്ങൾ മുമ്പിൽ നടക്കും. നമുക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ ഇവിടുത്തെ ഇയാൾ ഇവിടുത്തെ പഴയ കൃഷിക്കാരനാണ്. ഈ വാഴയൊക്കെ ആരാ? ചേട്ടൻ തന്നെയാ? വാഴയൊക്കെ വാഴ ഇയാളുടെ അല്ലേ? ഇങ്ങനെ ആനയൊക്കെ വരുന്നോണ്ട് വാഴയൊക്കെ കിട്ടുമോ? പിന്നെ എന്ത് വേറെ കഴിവൊക്കെ പോയി. അല്ല, ആനേനെ കൊണ്ടുള്ള ശല്യം. ആനേനെ കൊണ്ട് ശല്യം അതിപ്പോ ഇക്കൊല്ലം കൂടുതലാണ്. ഇതുവരെ എങ്ങനെയില്ല, വല്ലപ്പോഴൊക്കെ വരുള്ളൂ. വല്ലപ്പോഴൊക്കെ വരുന്ന കാലമാണ്. ഇപ്പം നിങ്ങൾ പിന്നെ കേരള ബോർഡർ വരെ പോകും. ഈ കഴിഞ്ഞ രാത്രി എവിടെ വന്ന്? കഴിഞ്ഞ രാത്രി ഇതിലൊക്കെ താഴെ വന്നു. നേരെ വെളുക്കുന്നവരെ ഒച്ച. ആണല്ലേ? നിങ്ങൾ ഓടിക്കുവോ? ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങാറില്ല. കാരണം ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരും ഓടിക്കൂല? ആരും ഓടിക്കൂല? ഓടിക്കാനൊന്നും ഇവിടെ ആർക്കും ധൈര്യമില്ല. രാത്രി ഒന്നും അടുത്ത് പോകാൻ പറ്റും. ഇതിങ്ങനെ അനങ്ങാതെ ഇത് ഇതിന്റെ അകത്തിരുന്ന കാണുന്നു. പണ്ട് ടോർച്ച് അടിച്ച വയലായിരുന്നു. ഇതിപ്പോ കരകൃഷിയല്ലേ? വീടിൻ്റെ ഉള്ളൊക്കെ നിന്നും അറിയില്ല. ഈ ടോർച്ച് ലൈറ്റ് അടിച്ചാൽ ഞങ്ങൾക്ക് നല്ല ലൈറ്റൊക്കെ ഉണ്ട്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലൈറ്റ് അടിച്ച് അടുത്തേക്ക് വരുമായിരിക്കും അല്ലേ? ഭയങ്കര പോക്കിലോ. പിന്നെ ചെറുപ്പക്കാരൊക്കെ പോലെ ഓടിക്കലൊക്കെ ഉണ്ട്. പണി തരാണെങ്കിൽ കുറച്ചുകൂടി
അടുത്തൊക്കെ പോകും. ഞങ്ങൾക്ക് സാധിക്കില്ല. ഇതൊക്കെ ഫെൻസാണ് കണ്ടില്ലേ. ഫെൻസിങ് നിങ്ങൾ സ്വന്തം ഇതിനൊന്നും ഒരു ശാശ്വതമല്ല. ആ കവുങ്ങിന് അടിച്ചിങ്ങോട്ട് മറിക്കും. കാവും അടിച്ചിങ്ങോട്ടും അല്ലേ. ഇപ്പൊ അടുത്ത ദിവസം വന്ന ഇത് രാത്രി കറണ്ട് കൊടുക്കാറുണ്ട് നിങ്ങൾ? രാത്രി കറണ്ട് കൊടുക്കാം. കൊടുക്കും. ഇവിടെ കിടക്കാം, ഇവിടെ കിടക്കാം. നമുക്ക് പോവാം. അതിലെങ്ങനെ പോവാം? ഈ കഴിഞ്ഞ ദിവസം വന്ന് കാണിച്ചു തരാം. വാഴക്കകത്തോട്ട് കയറുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഞാൻ കാണിച്ചു തരാം, കൃഷിയൊക്കെ കാണിച്ചു തരാം. ആ റോഡ് വരെ പോവും. ആണല്ലേ. മനുഷ്യരൊക്കെ കൃഷി ഉപേക്ഷിച്ചു. ഇതോ പുതിയല്ലേ. ഇതിങ്ങനെ പൊട്ടിച്ച് ഫെൻസിങ്ങിലോട്ട് ഇടും അല്ലേ? ഫെൻസിൻ്റെ പുറത്ത് ഇടും. ഇതല്ലേ ഫെൻസിങ്? അതിൻ്റെ പുറത്തേക്ക് ഇടും. ഇതൊക്കെ തന്നെ. ഫെൻസിലിടും. ഞാൻ കാണിച്ചില്ല, ഫെൻസിങ്ങിൽ ഇട്ട് കാണിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലുകാർ വന്നിരുന്നു. ഇതാണ് ചങ്ങേൻ്റെ പണി. കോങ്ങൊക്കെ കളയുന്നുണ്ടല്ലേ. കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോലും അല്ലേ. കാണിച്ചാലോ. സ്ഥിരമായിട്ടുള്ള വരുന്നുണ്ടല്ലേ. 35 തെങ്ങ് വെച്ചിരുന്ന ഞാനാ. ഇപ്പോൾ ഒരെണ്ണ പോലും ഇല്ല അതിൽ. നേരെ തെങ്ങൊന്നും കാണാനില്ലല്ലേ. കവുങ്ങ് മാത്രമല്ലേ. തെങ്ങൊന്നും ഇവിടെ വെക്കാൻ പാടില്ലായിരുന്നു. തെങ്ങൊന്നും ബാക്കിയില്ല കേട്ടോ. ഇത് വയലാണ്. തെങ്ങും അങ്ങനെ കളഞ്ഞേക്കുവാണ്. വെറുതെ പൊട്ടിച്ച് കളയാം. ഇതൊക്കെ അങ്ങനെ പൊട്ടിച്ചായിരിക്കും അല്ലേ? ഉണ്ടോ? നശിപ്പിച്ച് കളയാ. ഇതൊക്കെ ഇതിലാ കടന്നു വരുന്നേ? ഇതിൽ തന്നെ വരുന്നത്. ഇതൊരു ഫെൻസിങ് ഉണ്ടല്ലോ. ഇതൊക്കെ ഫെൻസിങ്. ഇത് നിങ്ങൾ സ്വന്തം ഇട്ടാ? സ്വന്തം ഇട്ടാ? ഇതൊക്കെ സ്വന്തം ഇട്ടാ. ഇപ്പൊ അവിടെ ഒരു ഫെൻസിങ് ഉണ്ടോ? അയാൾ ഇട്ടോ? ഇത് ഈ വേറെ ആൾ ഇട്ടോ? അല്ലേ. ഈ അടുത്ത ദിവസം മറിച്ചോ ഈ കവുങ്ങല്ലേ? ഇങ്ങനെ വരും. ഇന്നലെ കഴിഞ്ഞ രാത്രി വന്നിട്ടുണ്ട്. ഇതൊക്കെ പട്ടയുള്ള സ്ഥലമല്ലേ? എല്ലാം പട്ടയുള്ള സ്ഥലങ്ങളല്ലേ? അതൊക്കെ പട്ടഭൂമി. ഒക്കെ ബ്രിട്ടീഷ് പട്ടയാണ് ഇതൊക്കെ. അല്ല, ബ്രിട്ടീഷുകാരുടെ പട്ടയെന്നൊക്കെ ഞങ്ങൾ പറയാം. ഇങ്ങോട്ട് വരും. ഇത് അങ്ങോട്ടാ ബോർഡർ. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അല്ലേ. തമിഴ്നാട്ടിൽ നിന്നും വരും, കേരളത്തിൽ നിന്ന് വരും അല്ലേ? ആ റോഡിൽ കൂടെയൊക്കെ വരും. ഇപ്പൊ നിങ്ങൾ വന്ന റോഡില്ലേ, അതിലൊന്നും ചില സമയത്ത് സഞ്ചരിക്കാൻ പറ്റൂല. പകൽ ആന ഉണ്ടാവും. ആനച്ചൂരുണ്ടല്ലോ. രാത്രി വന്നിട്ടുണ്ട്. ആനച്ചൂരുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആന കാണില്ല. പകലുണ്ടാവോ? പകലുണ്ടാവില്ല. ഇതൊക്കെ കളഞ്ഞാലേ. അല്ലേ. എന്റെ ഭാര്യ നേരം വിളിക്കുന്നവർ ഓർക്കുന്നില്ല. അല്ലേ. ഓ, ഇതാ തെങ്ങൊക്കെ പൊട്ടിച്ച് കളഞ്ഞ കേട്ടോ. വലിയ ആനയല്ലേ അത്? ഞാൻ കാണിച്ചുതരാം, മൊത്തം കാണിച്ചുതരാം. ഇതിനേക്കാളും ഉള്ള ഇനിയുള്ളത് അധികമാണ്. സ്ഥിരം വരുന്നുണ്ടല്ലേ ഏട്ടാ? വൈകിട്ട് എത്ര മണിയാകുമ്പോഴത്തേക്ക് എത്തും? രാത്രി 8 മണിയാകുമ്പോൾ ഇതിലൊക്കെ വരും. ആണല്ലേ. ഇതൊക്കെ കഴിഞ്ഞ രാത്രി വന്നു. ഇഷ്ടംപോലെ കവുങ്ങ് ഇതിലൊക്കെ മറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിലേ പോ, അതിലേക്ക് കയറി പോ. കളഞ്ഞൊക്കെ കാണിച്ച് പോയാൽ മതി. നല്ലത്. നല്ല പെരായുവാ. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളേ അല്ലേ? കഴിഞ്ഞ രാത്രി. ഇവിടെ ആരും സ്ഥലം വാങ്ങിയവരല്ല. അല്ലേ.
ഇയാൾ 70 വർഷമായിട്ട് 75 വർഷമായിട്ട് എങ്ങോട്ട് നോക്കിയാലും ഇതേ ഉള്ളൂ അല്ലേ? ഇതന്നെ ഉള്ളൂ. എവിടെ തിരിഞ്ഞാലും അതൊക്കെ കവുങ്ങാണ്. ഒക്കെ പൊട്ടി രാത്രി മുഴുവൻ ഇതിലല്ലേ പരത്തി. രാത്രി ഇവിടെ നടക്കില്ല. പിന്നെ ഇവിടെ ഈ പകൽ സമയത്ത് വരില്ല, കാരണം വെള്ളത്തിൽ കുടിക്കാൻ വരും. രാത്രി ആകുമ്പോൾ 8 മണിക്ക് തന്നെ ഇന്നലെ ആനയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏകദേശം കവുങ്ങ് തീരാറായില്ലേ? കാര്യമായാലോ? രാവിലെ ഒരു 6 മണിക്കൊക്കെ പോകും. രാവിലെ 6 മണി വരെ ഉണ്ടാവും അല്ലേ? ഒക്കെ കളഞ്ഞാലേ ഇതൊക്കെ? എന്താ അങ്ങനെ കുറെ പരിശ്രമിച്ചിട്ടുണ്ടല്ലേ? ഈ കാണുന്ന മൊത്തം കളഞ്ഞാ ഇത്? അയ്യോ, വരുന്ന സ്ഥലമൊക്കെ കവുങ്ങ് കിടക്കുന്ന അല്ലേ? സ്വകാര്യ ഫെൻസ് ഉണ്ട്, ഗവൺമെൻറ് ഫെൻസ് ഉണ്ട്, ഒരു കാര്യമില്ലല്ലേ? കിടങ്ങുണ്ട്, എല്ലാം ഉണ്ട്. എന്തോരം കവുങ്ങ് എനിക്ക് 50 ലക്ഷം 50 കോടി മുടക്കി ഫെൻസ് ഇട്ടിട്ടുണ്ട്. ദൂരം കവുങ്ങാണ് നോക്കി. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള കവുങ്ങുകളായിരിക്കും? ഇതിപ്പോൾ ഇതിനൊക്കെ ഒരു 30 വർഷം ഒക്കെ ഉണ്ട് ഈ കവുങ്ങിനൊക്കെ. അല്ലേ? ഒരു വരവിന് അങ്ങ് തീർക്കുമല്ലേ കംപ്ലീറ്റ്? അറിയാലോ, 30 വർഷമായി ഒരു വരവിനെ, ഒറ്റ വരവിന് അങ്ങ് തീർക്കുമല്ലേ? 30ൻ്റെ പേരുണ്ടാവും അല്ലേ? ഇത് കഴിഞ്ഞ വർഷം കുറേ നട്ടു. ഇതോ ഇപ്പോൾ വീണ്ടും സ്ഥിതി ഇത് തന്നെ. ഇതേ കാണാനുള്ളൂ കേട്ടോ ഇതേ പോകുമ്പോൾ. ഒടിച്ചിടുക. ഇതിൻ്റെ എന്താ തിന്നുന്ന ശരിക്കും? കൂമ്പാ? ഉള്ളിത്തെ ചോറ് അല്ലേ? ഓ, ഇതൊക്കെ അത് തന്നെ ആക്കിയിട്ടേക്കുന്നേ? ഇതങ്ങനെ അടിച്ചു പൊളിച്ച് തിന്നും. പൊട്ടിച്ച് തിന്നാ അല്ലേ? വാഴയാണ് ഏറ്റവും ഇഷ്ട വസ്തു. ദൂരം നിങ്ങളിങ്ങനെ കണ്ടോട്ടോ. ഇതിങ്ങനെ കാണാൻ മാത്രമേ ഉള്ളൂ. നടന്ന് വഴിയായതാന്ന് തോന്നുന്നു അല്ലേ? ഇത് ശരിക്കും ഇപ്പോൾ തമിഴ്നാട് തന്നെയല്ലേ? ഇത് കേരളത്തിയോ? അത് ആ കാണുന്നൊക്കെ ഹാങ്ങിങ് ഫെൻസാണ്, കണ്ടോ? ഇപ്പം നമ്മൾ കേരളത്തിൽ വന്നു കേട്ടോ. ഇതിപ്പോൾ കേരളത്തിലാ? ഞാൻ ഈ ഒരു വഴിക്കായിട്ട് ഇറങ്ങി വരുന്നതാണ്. പാരമ്പര്യമായിട്ടുള്ള ദൈവമാണ് ഇവരുടെ. കാൽപ്പാടുകളൊക്കെ കാണാതാ ഈ ഒരു വഴിക്ക് അവിടെ മുകളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഹാങ്ങിങ് ഫെൻസിങ് ഒക്കെ ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ ഒന്നും വലിയ ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് മൊത്തം വളഞ്ഞും ഇതൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിലിങ്ങനെ നടന്ന് കയറി ഇതിലിങ്ങനെ വന്ന് ഈ ഒരു പറമ്പിൽ കൂടെ ഇങ്ങനെ കയറും കേട്ടോ. കംപ്ലീറ്റ് ഇങ്ങനെയാണ് ഈ പറമ്പിലോട്ടൊക്കെ എത്തുന്നത്. നൂൽപ്പുഴയിലേക്ക് പോകുന്നതന്നെയല്ലേ? കബനിയുടെ പോഷക നദിയാണ് അല്ലേ? ഇത് ഇവിടുന്ന് തമിഴ്നാടിൻ്റെ പന്തല്ലൂരിൽ നിന്ന് വരുന്ന. ഇവിടുന്നാണ് തുടങ്ങുന്നത് അല്ലേ? നൂൽപ്പുഴ പുഴയാട്ടോ അത്. കഴിഞ്ഞ വർഷം വരെ നെല്ല് കൃഷി എടുത്തിരുന്നു. ഇപ്പം നെല്ല് ചെയ്യുന്നില്ല. അത് കാണിച്ചാലോ? ആ ഫാൻസൊക്കെ നിങ്ങൾ കൈ കാണുന്നത് അല്ല, വലിയ അവസ്ഥ അല്ലേ? ഇതൊക്കെ നെൽവേലായിരുന്നു അല്ലേ? പിന്നെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കാണാമല്ലോ. ക്യാമറയ്ക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ, നല്ല ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. എന്താ ശരിക്കും സംഭവിക്കുന്നതെന്നുള്ളത് അല്ല, ആണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ. നിങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലേ? ഞങ്ങൾ ഇതിങ്ങനെ മറിച്ച് തീർക്കാന്നല്ലാണ്ടല്ലേ? രാത്രി ജീവൻ്റെ പേടിയുള്ള പുറത്തിറങ്ങില്ല. അതെ അതെ, ജീവനെങ്കിലും ബാക്കി വേണ്ടല്ലേ? കൊല്ലുന്നേ. ഇവിടെ ഈ പ്രദേശത്ത് ആളുകളെ കൊന്നിട്ടുണ്ടോ? ഈ പ്രദേശത്ത് ആളുകളെ കൊന്നിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ ആളുകളെ കൊന്നിട്ടുണ്ടല്ലേ? ഒരാളെ തട്ടിയിട്ടുണ്ട്. ഒരാളിപ്പോഴും രോഗിയാണ്, നിത്യരോഗിയായിട്ട് കിടക്കും. രോഗിയായിട്ട്
ഈ പാട്ടവല ഭാഗത്ത് തന്നെയാ? അതിവിടെ തന്നെ ഒരു ആദിവാസിയാണ്. അപ്പുറം കുന്നലാടി ഭാഗത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഈ ആന തന്നെ അത്. ഇല്ലല്ല, അവിടെ ഒരാളെ ഒരു 2 ആഴ്ച മുന്നേ കുത്തിയിട്ടുണ്ട്. ആ ആന തന്നെ ഇത് അല്ലേ? പക്ഷെ അവിടെ എന്താണെന്നറിയോ, മനുഷ്യ ജനവാസം കൂടുതലല്ലേ. അതെ അതെ, ഇവിടെ പറമ്പുകളിലുള്ളൂ. ഇവിടെ പറമ്പ കൂടുതലല്ലേ? അപ്പോൾ അവിടെ ഒരു വീട് കണ്ട ഇവിടെ ശരിക്കും ഏത് പഞ്ചായത്തിൻ്റെ കീഴിൽ ഈ സ്ഥലമൊക്കെ? ഇത് നൂൽപ്പുഴ പഞ്ചായത്താണ്. ഓ, നിങ്ങൾ നൂൽപ്പുഴ പഞ്ചായത്തിലാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ നൂൽപ്പുഴ പഞ്ചായത്തിലെത്തി. ആണല്ലേ? ഇതൊക്കെ നൂൽപ്പുഴ പഞ്ചായത്തിലുള്ള സ്ഥലമാണ്. കേരളം കർണാടക ഒന്നും ഉറപ്പ്. ഓ, ഇതൊക്കെ ഇന്നലത്തെ ആണല്ലോ, പുതിയതാണല്ലോ. ഇതൊക്കെ പുതിയതാണല്ലോ. ആനപ്പണ്ടേ ഇന്നലത്തെ എൻ്റെ വീട് കേരളത്തിൽ ഇന്നലത്തെ അവിടെ കയറി വന്നു. അത് അതിലിറങ്ങി പോന്നു. ഇന്നലത്തെ ഇതിൽ ഇറങ്ങി വരുന്നല്ലേ? ഒരു ആദിവാസി ഉണ്ട് അവിടെ കിടപ്പിൽ കയറ്റി. അല്ലേ? ഫെൻസിങ് ഒക്കെ പൊട്ടിച്ച് വരും അല്ലേ? അങ്ങോട്ട് നോക്കിയാലേ ഇതേ ഉള്ളൂ കേട്ടോ. ഇത് മാളുവിൻ്റെ സ്ഥലം. കണ്ടാൽ നിങ്ങളെല്ലാം ഒരുപോലെ തോന്നുന്നെങ്കിൽ നമ്മൾ അവിടെ നിന്നാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നേ. ഇത് വേറൊരു സൈഡാട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാണാം. നശിപ്പിച്ചതിൻ്റെ സ്ഥലം കണക്ക് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരുടെ സ്ഥലം കേട്ടോ. പല പല ആളുകളുടെ സ്ഥലമാണ്. ആരും വേലിയൊന്നും കെട്ടി തിരിച്ചിരുന്നില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ 150 വേലിയും കാണാമായിരുന്നു. ഇവിടെ ചില ആളുകൾ ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിട്ടൊന്നുമില്ല. എല്ലാവരുടെയും പോകുമ്പോൾ ഒരുപോലെയാണ് പോകുന്നത്. അതാണ് എന്തോരം നശിപ്പിച്ചിട്ടേക്കുന്നത്. അങ്ങോട്ട് നോക്കിയാൽ ഇതേ ഉള്ളൂ. കവുങ്ങൊക്കെ അതൊക്കെ തീരും. അതെ, മൊത്തം ഇതൊന്നും നമ്മൾ വാക്കത്തിൻ്റെ വെട്ടിയിട്ടേക്കുന്നതല്ല കേട്ടോ. 10 ആന നശിപ്പിച്ചിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഒടിക്കുക, ഇതിൻ്റെ അകത്ത് ചോറ് തിന്നുക, ഇതന്നെ പരിപാടി കംപ്ലീറ്റ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ മണിക്കൂറുകൾ ആന ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ആനേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് തീരുന്നില്ല. ഇത് കേരള തമിഴ്നാട് അതിർത്തി ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിങ്ങൾ ആരാ ഇപ്പോൾ ആന ഇറങ്ങി ആരെയും വിളിക്കുക? ഫോറസ്റ്റുകാരെ വിളിക്കും. ഏത് ഫോറസ്റ്റിനെ വിളിക്കുന്നത്? 2 ഫോറസ്റ്റ് വിളിക്കും. 2 പേരും വിളിക്കും. കേരളക്കാരും വരും, തമിഴ്നാട് വരും. പക്ഷെ അവർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല. അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? 2 പേരും വരുമോ? വരും. അവർ ഓടി വരും. വന്നിട്ട് നമുക്ക് ചായ കാപ്പിയൊക്കെ കൊടുക്കാം. പിന്നെ എന്താ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരില്ല, അവർക്ക് ആനേൻ്റെ മുമ്പിൽ ചാടാൻ പറ്റുമോ? അതെ അതെ അതെ, ആദിവാസികളെ അറിയല്ലോ. അല്ലേ? തോക്കൊന്നുമില്ലല്ലോ. അവർ പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ പറയും. പിന്നെ സൈറൻ വയ്ക്കും, ഓടിച്ചു വിടും, അങ്ങോട്ട് കയറും. മുത്തങ്ങ റേഞ്ചിലുള്ള ഫോറസ്റ്റാണ്. ഈ കാടിൻ്റെ അകത്തുണ്ടെന്ന് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് മുത്തങ്ങ റേഞ്ചിലുള്ള ഫോറസ്റ്റ്. അവിടെ ഒരു ആദിവാസി വീടുണ്ട്. ആന ദൂരേക്കൊന്നും പോകുന്നതെന്ന് വരും. അവിടെ ഒരു ആദിവാസി വീടുണ്ട്. ആദിവാസി വീടുണ്ട്. അല്ലേ? അവിടെ ഒരു കിടപ്പ് രോഗിയുണ്ട്, ആന പറ്റിയതോ. അല്ലേ? ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ നെൽകൃഷി ചെയ്തോളാം. പ്രദേശക്കല്ലേ? കൃഷി ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചാ സാധിക്കില്ല. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ചവിട്ട് കിട്ടില്ലേ? നിങ്ങളെ സ്ഥലം? ഇത് എൻ്റെ സ്ഥലം. ഫെൻസിങ്ങിന് കുറേ പൈസ മുടക്കിയിട്ടുണ്ടല്ലേ? അതൊക്കെ കവുങ്ങ് കളഞ്ഞതാണ്. അതൊക്കെ ഫെൻസിങ്ങിന് കുറേ പൈസ മുടക്കിയിട്ടുണ്ടല്ലേ? ഇതാണ് സ്വന്തം ഫെൻസാണ്. എല്ലാവരും സ്വന്തം ഫെൻസ് ഇട്ടിട്ടുണ്ട്. സർക്കാർ ഫെൻസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അത് ഞങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സർക്കാർ ഫെൻസ് അത് ആദിവാസി കോളനിയാണത്. സർക്കാർ ഫെൻസിങ് ഇട്ടാലും നിങ്ങൾ തന്നെയാണ് നോക്കുന്നല്ലേ, മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലേ? ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 84 മുതൽ ഈ ശല്യമുണ്ട്. എല്ലാവരും ഒഴിഞ്ഞു പോവുക. ഇതിൻ്റെ മേലോട്ടുള്ളവരെ ഒഴിഞ്ഞു പോയി. ഇത് ഞാൻ നെൽവയലായിരുന്നു കഴിഞ്ഞ 1 വർഷം ചെയ്തത്. ഇപ്പോൾ ഒഴിവാക്കിയത് എന്താണെന്ന്? ഇപ്പം എന്താ കാപ്പി വെച്ചിട്ടുണ്ട്. ക്യാബേജല്ലേ? കാപ്പി കുരങ്ങനെ കൊണ്ട് വലിയ ശല്യമാണ്. പിന്നെന്ത് ചെയ്യാനാ? ഇതിപ്പോൾ കണ്ടറിയില്ല. കാപ്പിയൊക്കെ കുരങ്ങാണ് കളയുന്നത്. കാപ്പി മലമാന് ഇതിൽ ആന വരുന്ന ഇത് ആന ചരിച്ചത്. ആന ചരിച്ച അതൊക്കെ പൊട്ടിച്ചതാണ്. ഫെൻസിങ് ചെരിഞ്ഞു പോയത് ആന മറിച്ച അത് അവിടെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അല്ലേ? കവുങ്ങ് അടിച്ചതിൻ്റെ മുകളിലിടും. ഇതിൻ്റെ മുകളിലിട്ടാൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അതെ അതെ അതെ. ഈ പോസ്റ്റ് ചെരിഞ്ഞിരിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ഞങ്ങൾ നിർത്തിയതാണ്. പോസ്റ്റും ചരിക്കുന്നുണ്ട്. കറണ്ട് പോസ്റ്റ്. ഈ പോസ്റ്റ് ചരിച്ചത് നിർത്തിയതാണ്. ഓഹോ. ഇത് ഈ പോസ്റ്റ് കറണ്ടിൻ്റെ പോസ്റ്റില്ല. അത് 4 ലൈൻ 3 ഫേസ് ലൈനാണ്. അല്ലേ? ഇതൊക്കെ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടങ്ങളാണ് കേട്ടോ. ആന ഫെൻസിങ് ഒക്കെ ചേട്ടൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്താണ്. അതൊക്കെ ആന എപ്പോഴും ഇവിടെ ഇപ്പുറ വശത്ത് നിന്ന് കവുങ്ങ് ഓടിച്ചിടും. അങ്ങനെ ഇത് നശിപ്പിക്കും.
അങ്ങനെയാണ് പരിപാടി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യാബേജ് കൃഷിയാണ് പുള്ളി ചെയ്യുന്നത്. വേറെ ഒരു സംഭവമില്ല കേട്ടോ. നല്ല നെൽപ്പാടങ്ങളായിരുന്നു, നല്ല നല്ല സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. ഇഷ്ടംപോലെ കൃഷികളാണുള്ളത്. പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പോസ്റ്റ് വരെ ചെരിഞ്ഞിരിക്കുന്നുണ്ടോ, ഈ പോസ്റ്റ് വരെ ഇതേപോലെ ചെരിച്ച് കളഞ്ഞാണ്. പണ്ടൊക്കെ ഏറ്റവും ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയായിരുന്നു കൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ചിലവിൽ ചെയ്യുന്ന ഒരു ജോലിയായി മാറിയിരിക്കുകയാണ് കൃഷി എന്ന് പറയുന്നത്. കണ്ടോ എത്ര ദൂരമാണ് ഇവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി അവർ ഈ ഫെൻസിങ് ഇട്ടേക്കുന്നത്. അതാണ് ഇവരുടെ ഒരു അവസ്ഥ കേട്ടോ. കർഷകൻ സ്വന്തം കൃഷിയിടങ്ങൾ പോറ്റാൻ വേണ്ടിയിട്ട് പെടുന്ന പാടൊക്കെയാണ് ഈ കാണുന്നത്. ഇത്രയും ഫെൻസിങ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും എന്തോരം പൈസ, എന്തൊരു സ്ഥലം ഉണ്ടെന്ന് നോക്കി. ആ ഫെൻസിങ് ഇവിടെ എത്തിയപ്പോൾ ഏത് കോലത്തിനായി നോക്കി. ഇതുണ്ടോ കംപ്ലീറ്റ് അടിച്ച് വളച്ച് ഉണ്ടോ, കമ്പിയില്ല. ഇതിലൊക്കെ നശിപ്പിച്ച് ഇങ്ങോട്ട് കിടക്കുന്ന കേട്ടോ. ഇവിടെ നമ്മൾ ദൂരേക്ക് നോക്കിയാൽ കാണാം, അവിടെയൊക്കെ മൊത്തം ഫെൻസിങ് നശിപ്പിച്ച് കളഞ്ഞു. ഈ ഫ്രഞ്ച് നിൽക്ക് കാരണം ഞാനൊരു ഓപ്പറേഷൻ രോഗിയാണ്. പിടിക്കണം. തെങ്ങല്ലേ, തെങ്ങ് മുറിച്ചിട്ടിരിക്കുന്ന നാട്ടേക്കാണ്. അവിടം വരെ പോയി. ഈ വാഴയൊക്കെ കളഞ്ഞായിരിക്കും അല്ലേ? ഇതൊക്കെ വാഴ കളഞ്ഞിട്ട് പിന്നെ വെട്ടിക്കളഞ്ഞതോ. എന്നാലും അത് കൂമ്പ് പിടിച്ചതോ ഇന്നും വരും. ഇവിടെയൊക്കെ വാഴ ഉണ്ടായിരുന്ന കേട്ടോ. നമുക്കത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ്, ഇപ്പോൾ ഒന്നുമല്ല. പക്ഷെ എന്നാലും മൊത്തം അവിടെ വാഴ ഉണ്ടായിരുന്ന സ്ഥലം കംപ്ലീറ്റ് പോയിട്ടു. ഇതൊക്കെ ആന കളഞ്ഞതോ. ഇല്ല, തൂങ്ങ് കിടക്കുന്നുണ്ട് എന്തോരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ചിലവേറിയ പരിപാടി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പണ്ടൊക്കെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയായിരുന്നു കൃഷി. പക്ഷേ ഇപ്പോൾ ഏറ്റവും ചിലവുള്ളൊരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഉണ്ടോ, എവിടെ നോക്കിയാലും ഇതേ ഉള്ളൂ. ഇവരുടെ വീടിൻ്റെ അടുത്തെത്തി കേട്ടോ. അതൊക്കെ പുള്ളിയുടെ വീടാണ്. അങ്ങനെ വന്ന വഴിയൊക്കെ നിങ്ങളെ കാണിച്ചു തന്നതാണ്. അധികം ദൂരമൊന്നുമില്ല. ഇതെല്ലാം പട്ടയമുള്ള ഭൂമിയാണ്, ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ സമയത്ത് കളഞ്ഞല്ലേ തെങ്ങ് അല്ലേ. കുറച്ച് നാൾ മുന്നേ കളഞ്ഞ തെങ്ങാട്ടെ പോയി, ഉണങ്ങിപ്പോയി. ഈ ഫെൻസ് ചുറ്റി വെച്ചോണ്ട് ഇങ്ങോട്ട് വന്നില്ല. ഇത് വീടിൻ്റെ അങ്ങോട്ട് വരാതിരിക്കാനായിരിക്കും അല്ലേ. ഫെൻസൊന്നും ഇട്ടിട്ടില്ല. അവിടുത്തെ ഫെൻസിങ് പോരാനായിട്ട് വീടിൻ്റെ അങ്ങോട്ട് വരാതിരിക്കാൻ വേറൊരു ഫെൻസിങ് കൂടെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ജീവിതമാണെന്നറിയാം. അവരുടെ ഈ തെങ്ങൊക്കെ കവുങ്ങൊക്കെ കളഞ്ഞാട്ടോ. ഇവിടെ വീടിൻ്റെ തൊട്ട് അടുത്തെത്തി കേട്ടോ. രാത്രിയൊക്കെ തീ കാച്ചി വെച്ചേക്കുന്നതായിരിക്കും അല്ലേ. തീ കത്തിച്ചിരുന്നായിരിക്കും അല്ലേ. രാത്രി തീയെ കത്തിച്ചു പുറത്തിറങ്ങാൻ പറ്റില്ല. അതെ. ഇതിൻ്റെ പൊക്കത്ത് കയറി നിന്നിട്ട് വെച്ചിടും. ആണല്ലേ, ടെറസിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ചാൽ കാണിച്ചില്ല. അത്രയും ആന വരാതിരിക്കും. തീയും കാഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്തെല്ലാം ഇതിലൂടെ കടന്നു പോയാലാ മനുഷ്യരത് കൃഷി ചെയ്യുന്നതെന്ന്. ഇവിടെയൊക്കെ വീടുകളുള്ളതാണ് കേട്ടോ. കൂടെ വന്നോണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട്. നമുക്ക് ഈ ഒരു നോട്ടത്തിലാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇവിടെയൊക്കെ വീടുകളുള്ളതാണ്. തമിഴ്നാട് കേരള ബോർഡർ അല്ലേ. ഇപ്പം ഞങ്ങളങ്ങനെ വന്ന് കേരളത്തിൽ കൂടി ഇങ്ങോട്ട് കയറി. ഇപ്പം തമിഴ്നാടാണ്. ഇപ്പം തമിഴ്നാടാണ് കേരള ബോർഡർ. ഓഹോ, ചേട്ടൻ്റെ വീട് വരെ കേരളം. അതെ, ഇത് തമിഴ്നാട്. അപ്പം പറമ്പിലിറങ്ങിയാൽ തമിഴ്നാട്ടുകാരെ വിളിക്കണം. എനിക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ഭൂമിയുണ്ട്. അല്ലേ. അപ്പം ഇതിൽ ഇങ്ങനെ നടന്നാൽ പോവാ, റോട്ടിൽ കൂടെ പോകാം. ഇവിടെ തീറ്റൊന്നും ഇല്ലല്ലോ. ആ, ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യൻ. എൻ്റെ തൊഴിൽ വക്കീലാണ്. ഞങ്ങളിവിടെ തമിഴ്നാടും കേരളമായിട്ടുള്ള ബോർഡറിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഞങ്ങൾ കൃഷി പ്രത്യേകമായിട്ടും അടക്ക, തെങ്ങ്, ഏലം, നെല്ലിപ്പോൾ അടുത്ത കാലത്തൊന്നും ചെയ്യാറില്ല. പിന്നെ കാപ്പി, കുരുമുളക് എന്നിവയാണ്. മറ്റുള്ള കൃഷികളെന്ന് പറഞ്ഞാൽ ഇടക്കൃഷി ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് കൊക്കോ, അതേപോലെ ഇഞ്ചി, അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. പിന്നെ വന്യമൃഗ ശല്യം എന്ന് പറഞ്ഞാൽ രാത്രി ആനയും പകൽ കുരങ്ങുമാണ് ഏറ്റവും കൂടുതലായി നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കാണുന്ന എൻ്റെ കായ്ക്കുന്നൊരു തെങ്ങായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന്
അപ്പോൾ 30ഓളം തെങ്ങുകൾ കളഞ്ഞിട്ടുണ്ട്. അതിലൊരു തെങ്ങാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു രക്ഷയില്ല, തെങ്ങ് ഇങ്ങനെ മറിച്ചിടുക, വന്നിട്ട് ഇലക്ട്രിക് ലൈനിൽ വീഴ്ത്തുക, അല്ലെങ്കിൽ ഫെൻസിൽ വീഴ്ത്തുക. അങ്ങനെ പൊട്ടിയതാ? താണു പോയത്, അതുകൊണ്ട് അതിൻ്റെ ഓല കൊണ്ടാണ് കണ്ട് താണു പോകുന്നത്. ഇത് ഞങ്ങൾ അറിയുന്നില്ല ഏത് സമയത്താണ് ഈ ആന വരുമെന്നുള്ളത് അറിയുന്നില്ല. അങ്ങനെ ആന എൻ്റെ ഒരു ചെറുനാരങ്ങ തോട്ടമുണ്ട്, അതിൻ്റെ ഉള്ളിലും കൂടി ആന കയറി പിന്നെ ചെറിയ തെങ്ങിനെ കളഞ്ഞു. അതേപോലെ തന്നെ ഇനി 2 തെങ്ങാണ് എനിക്ക് അവശേഷിക്കുന്നത്. ആ 2 തെങ്ങ് അത്യാവശ്യം കായുള്ളതാണ്. 2 തെങ്ങ് അത് വേറെ തെങ്ങൊന്നും കാണാനില്ലേ. അപ്പോൾ തെങ്ങെല്ലാം പോയിരിക്കുകയാണ്. പിന്നെ എത്ര തെങ്ങുണ്ടായിരുന്നു മൊത്തം? എനിക്ക് 40 തെങ്ങ് ഉണ്ടായിരുന്നു മൊത്തമായിട്ട്. ആ തെങ്ങിൽ എല്ലാ തെങ്ങും തന്നെ ഇപ്പോൾ പോയി എന്ന് തന്നെ പറയാം. കാരണം തെങ്ങ് പിന്നെ ഒന്നിച്ച് വന്ന് മറിച്ചിടുകയാണ്, അല്ലാതെ ഞങ്ങൾ ഓല കളഞ്ഞിട്ടല്ല. അങ്ങനെയാണ് ഞാൻ ഒച്ച വെക്കുമായിരുന്നു. ഇത് വന്നിട്ട് ഒറ്റ മറിച്ചിടുക ചെയ്യുന്നത്. ആ മറിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷനും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 തെങ്ങിനെ ഞാനിപ്പോൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ പട്ട വെച്ചുകൊണ്ട്. നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് അത് ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ചെയ്യാറുണ്ട്. ആന വന്നിട്ട് ഇലക്ട്രിക് പോസ്റ്റ് തട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനേക്കാളും എളുപ്പ പണിയാണ് ഈ ആനയ്ക്ക്, എന്നാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഉദ്ദേശത്തെ കൂടിയാണ് അത് ചെയ്തിരുന്നത്. ഇത് ആണിയല്ലേ മൊത്തം? ആണിയ 8 അടിക്ക് വെച്ചിട്ടുണ്ട്. ആനയുടെ തള്ളുന്നതിന് മുമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അത് ആ തെങ്ങിനും വെച്ചിട്ടുണ്ട്. 2 തെങ്ങിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം. അത് കായുള്ളതുകൊണ്ട്. പോലെ പട്ടയടിച്ച് വെച്ചേക്കോട്ടോ. ഇത് നമുക്ക് കള്ളന്മാരും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. പിന്നെ തീയിടുന്നുണ്ട് രാത്രി, ഇതിലൊന്നും ആന നിൽക്കുന്നില്ല. 2 തെങ്ങ് സംരക്ഷിക്കാൻ ഇത്രയും ചെയ്തു വെച്ചു. എനിക്കിപ്പോൾ 5000 രൂപയോളം ഇത് ചിലവായി. 2 തെങ്ങിന് വേണ്ടി ചെയ്യാൻ താഴെയും പോകും. 2 തെങ്ങ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയായിട്ടൊക്കെ കാണുന്നു. നമ്മൾ ആലോചിച്ച് നോക്കും, ഇത്ര കഷ്ടപ്പെട്ട ഓരോരുത്തരോരാണ് സംരക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ചെറുനാരങ്ങ കുറച്ച് കൃഷി ചെയ്ത് നോക്കി. അതിനുള്ളിൽ തോട്ടത്തിലും കൂടി ആന വന്നിട്ട് നശിപ്പിക്കുകയും ചെയ്ത്. അല്ല ചെറുനാരങ്ങ നല്ല കായുള്ളതായിരുന്നു. 2 ദിവസം ഇവിടെ തീയിട്ട് കാവൽ നിന്നു, രക്ഷയില്ല. നമ്മളില്ലാത്ത സമയത്ത് തന്നെ ആന ഇവിടെ വന്നതാണ്, ആന പിണ്ടിയിട്ട് പോയിരിക്കുന്നതാണ്. തീ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും ആന അടുത്ത് തന്നെ പിണ്ടിയിട്ട് പോയി. അവൻ ഇതിൽ എന്തെങ്കിലും കാര്യമില്ല, അതിലും കാര്യമില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ മുള്ളു കമ്പി കെട്ടാൻ വിചാരിച്ചു. അപ്പോൾ അത് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഒരു ഇങ്ങനെ പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കള്ളന്മാരും ഉണ്ട് ഇവിടെ, പിന്നെ ആ കളവിനും കൂടി ഗുണം ചെയ്യുന്ന തോന്നുന്നു. ഇപ്പോൾ അത്യാവശ്യം എങ്ങനെ കള്ളന്മാരുണ്ടോ? കള്ളന്മാരുണ്ട്, അടക്ക പറിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇതിൻ്റെ അതൊക്കെ ചെയ്യും അവർ. പിന്നെ ഇതൊക്കെ നശിപ്പിച്ച ഇതാണ്. ഇതിലൊക്കെ ആ മറിഞ്ഞു കിടക്കുന്നതൊക്കെ, ഈ മറിഞ്ഞു വീണതൊക്കെ ആന കാണിച്ചത് കളഞ്ഞാണ്. അപ്പോൾ ഇതിലാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ കാപ്പിത്തോട്ടത്ത് കയറുന്നുണ്ട്. അതായത് കൃഷി ചെയ്തൊന്നും ഒന്നും രക്ഷയില്ല, ഒരു കൃഷിയും രക്ഷയില്ല. കൃഷി ചെയ്തിട്ടും കാര്യമില്ല. അതിലേക്കുള്ള സമയവും സാമ്പത്തികവും പിന്നെ മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. കാരണം നമ്മുടെ ശരീരം പോലും കാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നത്. ആ സമയങ്ങളിൽ ഉറക്കം നടക്കുന്നില്ല, പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ആ സമയങ്ങളിൽ വീടുകളിൽ കയറി വരാൻ കഴിയുന്നില്ല. ജോലി കഴിഞ്ഞ് എല്ലാം ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ ജീവിതം. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ? ഞങ്ങളിവിടെ പരമ്പരാഗതമായിട്ട് ഇവിടെ തന്നെ ഉള്ളവരാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കാലാവസ്ഥ അനുസരിച്ച് അവരെ കൃഷി മാറ്റി നോക്കുന്നുണ്ട്. ഇപ്പോൾ നെൽകൃഷി ചെയ്തു. നെൽകൃഷിയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നെല്ല് വെച്ച് ഞങ്ങളിവിടെ അടക്ക വെച്ചിരിക്കുന്നത്. അടക്കയ്ക്ക് ദിവസം വന്ന് അടക്ക ചവിട്ടി പൊളിച്ച് കളയാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ വെയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുമ്മ അടിച്ചിരിക്കുന്നത്. ഏതൊരു കർഷകനും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നന്മ വരട്ടെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും കിട്ടാറില്ല. അപ്പോൾ ഒരു അടക്ക തൈ വെച്ച് വെക്കണമെങ്കിൽ 100 രൂപയോളം ഇപ്പോൾ ചിലവ് വരുന്നുണ്ട്. അതിനൊരു 5 വർഷം പോയിട്ടുമ്പോഴേക്കും അതിനുള്ളിൽ വന്നിട്ട് നമുക്ക് പൊട്ടിച്ച് കളയുക ചെയ്യുന്നത്. അതേപോലെ ഏലമൊക്കെ നന്നായി ചെയ്തായിരുന്നു. കായൊക്കെ തുടങ്ങിയപ്പോഴാണ് കുരങ്ങ് വന്നിട്ട് ഏലം ചീന്താൻ തുടങ്ങി. അതുകൊണ്ട് അത് നിർത്തി. കുരങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ വെച്ച് നോക്കി. കുരങ്ങിൻ്റെ ഭാഗത്ത് അത് ഓക്കെ, പക്ഷേ ആനേൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് സമ്മേളനം കിട്ടിയില്ല. ഇതെല്ലാം പൊട്ടിച്ചളയുക ചെയ്തു. ഇപ്പോൾ നമ്മൾ ആ ചേട്ടൻ സംസാരിക്കുന്ന കാര്യങ്ങളും കേട്ടു. നമ്മൾ ആ പ്രദേശം മുഴുവൻ കണ്ടു. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ നീൽഗിരീസ് ഡിസ്ട്രിക്റ്റിലെ വെള്ളരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു സ്ഥിതി നമ്മളിപ്പോൾ കണ്ടു. വളരെ ഭീകരാവസ്ഥയാണ്. വൻ തോതിലാണ് ഇവിടെ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒത്തിരി എപ്പിസോഡുകൾ കാട്ടാന കൃഷി നശിപ്പിക്കുന്ന രംഗങ്ങളും ആ പ്രദേശങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ വളരെ ഭീകരമായ
കാട്ടാന പ്രശ്നം നേരിടുന്നൊരു പ്രദേശം തന്നെയാണിത്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഒത്തിരി പേരൊക്കെ ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് ഇപ്പോൾ ഈ അതിർത്തി ഭാഗത്തു നിന്നും ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഫെൻസിങ്ങും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ആനകളൊക്കെ വളരെ ഈസി ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ കണ്ടപ്പോൾ ഒക്കെ മനസ്സിലായത്. അതുപോലെ നൂൽപ്പുഴയൊക്കെ കടന്നാണ് ആന ഇങ്ങോട്ട് വരുന്നത്. കേരളത്തിൽ നിന്നുള്ള ആനകളും വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റുകളെയും 2 സംസ്ഥാനത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഇവർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. കർഷകർ എത്തരത്തിലാണ് കൃഷിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത് നമ്മൾ നേരിട്ട് ഇവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. പണ്ടൊക്കെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലിറങ്ങി പണിയെടുക്കേണ്ട അല്ലെങ്കിൽ അധ്വാനിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഏറ്റവും ചിലവേറിയ ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ് കൃഷി എന്നൊക്കെ പറയുന്നത്. ഒരു കൃഷിയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പോലെ അത്രയും ചിലവായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഉണ്ട് എന്തോരം പൈസ മുടക്കിയാണ് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ അവരിട്ടിരിക്കുന്നതെന്ന്. ഇതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.